ായിരിക്കും ഫലസൂചനകൾ ലഭിക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ ശേഷിക്കെ തെക്കൻ കേരളത്തിൽ 3 മുന്നണികളും വലിയ വിജയ പ്രതീക്ഷയിലാണ്. LDFും UDFും തങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ കൃത്യമായി ലഭിച്ചെന്ന വിലയിരുത്തലിലാണ്. അതേസമയം എല്ലാ മേഖലകളിൽ നിന്നും കാര്യമായി പിന്തുണ ലഭിച്ചത് വിജയത്തിന് വഴിയൊരുക്കുമെന്ന് BJP നേതാക്കളും അവകാശപ്പെടുന്നു. 2019 മികച്ച വിജയം നേടാൻ UDFന് കഴിഞ്ഞു. ഇതിന്റെ തുടർ വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാവുകയെന്ന ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ. തിരുവനന്തപുരം ജില്ലയിലെ പരമ്പരാഗത തീരദേശ മേഖലയിൽ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചു എന്നാണ് നേതാക്കൾ പറയുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ UDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയാകുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലങ്ങളിൽ നടത്തിയ ചിട്ടയായ പ്രവർത്തനവും സ്ഥാനാർത്ഥികളുടെ മികവും വിജയത്തിന് വഴിയൊരുക്കുമെന്നാണ് LDF പറയുന്നത്. പത്തനംതിട്ടയിൽ LDFും UDFും ഒരുപോലെ വിജയം അവകാശപ്പെടുന്നു. MP എന്ന നിലയ്ക്ക് ആന്റോ ആന്റണി മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വോട്ടായി മാറിയെന്ന് UDF പറയുമ്പോൾ CPM ആകട്ടെ അവരുടെ മുതിർന്ന നേതാവ് തോമസ് ഐസക്കിന്റെ വിജയം ഉറപ്പിക്കുകയാണ്. മന്ത്രി എന്ന നിലയ്ക്കും ജനകീയ നേതാവെന്ന നിലയ്ക്കും തോമസ് ഐസക്കിന് വിജയം ഉറപ്പിക്കാനാകുമെന്നാണ് CPM പക്ഷം. BJPയുടെ പ്രതീക്ഷ ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വിജയത്തിനപ്പുറം മറ്റൊന്നില്ല എന്നാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ സമുദായങ്ങളുടെയും പിന്തുണ ലഭിച്ചതും കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും വിജയ സാധ്യത വർദ്ധിപ്പിച്ചു എന്നാണ് BJP നേതാക്കളുടെ അവകാശവാദം. തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ ഉയർത്തിക്കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധവും ഭരണ നേട്ടങ്ങളും തുണയാകുമെന്നതാണ് CPMന്റെ പ്രതീക്ഷ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. എക്സിറ്റ് പോളിൽ നിന്നും എക്സാറ്റ് പോളിലെത്താൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മധ്യ കേരളത്തിൽ UDF തരംഗം വീശിയടിക്കുമെന്ന ഭൂരിപക്ഷ കണക്കുകൂട്ടലുകൾ ഉണ്ടെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണ് സാധ്യത. 2020 ഇത്തവണ കറുത്ത കുതിരകളാകുമെന്നാണ്